KSCB എന്ന് പറഞ്ഞാൽ എന്താ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. KSCBയുടെ ആസ്ഥാനം എവിടെയാണ്? KSCBയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ വൈദ്യുതി തകരാറ് SMS ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ KSEB ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഏതാണെന്നറിയാമോ? ഊർജദൂത്. KSCBയുടെ ആപ്തവാക്യം എന്താണെന്നറിയാമോ? KSCBയുടെ ആപ്തവാക്യം എന്താണ്? കേരളത്തിൻ്റെ ഊർജം എന്നാണ് KSCBയുടെ ആപ്തവാക്യം. അതുപോലെ തന്നെ SC/ST ഭവനങ്ങളിൽ സിംഗിൾ ഫേസ് ലൈറ്റ് കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ KSCB ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഏതാണ്? കുടിൽ ജ്യോതി. SC/ST ഭവനങ്ങളിൽ സിംഗിൾ ഫേസ് ലൈറ്റ് കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ KSCB ആരംഭിച്ചൊരു പദ്ധതിയാണെന്ത്? കുടിൽ ജ്യോതി. അതുപോലെ തന്നെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി അമിതമായിട്ട് പാഴാക്കി കളയരുത് കേട്ടോ. വൈദ്യുതി അമൂല്യമാണെന്നാണ് നമുക്കറിയാം. വൈദ്യുതി ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച്, നിമിഷത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ ഇന്ന് കഴിയാതെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്, അല്ലേ? ആണ്. അതുകൊണ്ട് നമ്മൾ വൈദ്യുതി പാഴാക്കി കളയരുത് കേട്ടോ. അതുപോലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കും. അതുപോലെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വീടിൻ്റെ മുറ്റത്തുള്ള ലൈറ്റിടും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്ത് ലൈറ്റുകൾ ഇടും. അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ വീടിനകത്തും ആവശ്യമുള്ള ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കും. അല്ലാത്ത ലൈറ്റുകളൊക്കെ ഓഫാക്കി വെക്കും. അങ്ങനെയാണ് കേട്ടോ. അതുപോലെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആരാണ്? K. കൃഷ്ണൻകുട്ടിയാണ്.